1.5 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട് ഉമ്മയുടെ പരിചരണത്തിൽ അങ്ങനെ കഴിഞ്ഞ് ജീവിത പ്രാരാബ്ധങ്ങളെല്ലാം അനുഭവിച്ച് പഠനമെന്ന വിശാലമായ ലോകത്തേക്ക് ഉമ്മയോട് സലാം പറഞ്ഞ് അവസാനം വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ നിന്നും ബാക്കബീരതം കരസ്ഥമാക്കി കിഴക്കനേറനാടിന്റെ ആ മലനിരകളിൽ പറന്നിറങ്ങുമ്പോൾ ആ മഹാമനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. തന്നെ പോലെ അഗതികളായി അനാഥകളായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. സമൂഹത്തിൽ ഒന്നുമാവാതെ സമൂഹത്തിന്റെ ആട്ടും തുപ്പും മാത്രം കരസ്ഥമാക്കി ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങൾ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന വലിയ ആഗ്രഹം. ആ ആഗ്രഹ സഫലീകരണത്തിനുള്ള യാത്രയായിരുന്നു പിന്നീട് അങ്ങോട്ടേക്ക്. കരുവാരക്കുണ്ട് പുന്നക്കാട് പ്രശസ്തമായ ചന്ത നിൽക്കുന്നിടത്ത് ചെറിയൊരു കൂര പണിത് 12ഓളം വരുന്ന യതീം കുട്ടികൾക്ക് പ്രവേശനം നൽകി തുടങ്ങിയ ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ ബാനിയും അതിന്റെ എല്ലാമായ മർഹൂം KT മാനം മുസ്ലിയാരുടെ കഥയാണ് ഞാൻ പറഞ്ഞു വന്നത്. മതസാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കൈവച്ചിടങ്ങളിലെല്ലാം അത്യുന്നതങ്ങൾ കരസ്ഥമാക്കിയ മഹാമനുഷ്യനായിരുന്നു മർഹൂം KT മാനം മുസ്ലിയാർ. സമസ്ത അതിന്റെ 100ാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ KT മാനം മുസ്ലിയാരുടെ പേരുച്ചരിക്കാത്ത ഒരു സമ്മേളനങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. ഘാതങ്ങൾ എത്ര കടിഞ്ഞു പോയാലും KT മാനം മുസ്ലിയാർ ജീവിതം കൊണ്ട് സമർപ്പിച്ച ഒരു മാർഗരേഖ വിസ്മരിച്ചുകൊണ്ടുള്ള ചരിത്രം സമസ്തക്ക് പറയാൻ സാധ്യമല്ല. ജമിയത്തുൽ മുഅല്ലിമീന്റെ കോഴിക്കോട്ടെ സമ്മേളന നഗരിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാം കണ്ട് സായുജ്യമടഞ്ഞ് ആളുകളുടെ മുമ്പിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ആംബുലൻസിൽ കയറിയിരുന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിച്ച ആ മഹാമനുഷ്യനായിരുന്നു മർഹൂം KT മാനം മുസ്ലിയാർ. ഞാൻ ഓർക്കുന്നത് അല്ല, ഞങ്ങൾ ഓർക്കുന്നത് മർഹൂം KT മാനം മുസ്ലിയാർ ജനലക്ഷങ്ങളുടെ നേതാവായിരുന്നു ഉസ്താദ്. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്ന് വെച്ചത് ചെറിയൊരു ഓടിട്ട വീടിന്റെ മുമ്പിലായിരുന്നു എന്നുള്ളതാണ് KT മാനം മുസ്ലിയാർ ഈ സമൂഹത്തോട് നൽകുന്ന ഏറ്റവും വലിയ പാഠം. സുഖലോലുപതയുടെ മെത്തയിൽ ആടിയുലയാമായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കാമായിരുന്നു. എല്ലാം മറന്ന് എല്ലാവരുടെയും മുമ്പിലൂടെ രാജകീയമായ സഞ്ചാര വീതികൾ അദ്ദേഹത്തിന് സാധ്യമായിരുന്നു. പക്ഷേ 1.5 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട ആ പൊന്നുമോന്റെ മനസ്സ് പതറിയില്ല. സുഖാഡംബരങ്ങളിൽ കണ്ണ് മഞ്ഞളിച്ചതുമില്ല. അതെ, ഇന്നും ആ മഹാമനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്റർ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ പള്ളിയുടെ ഓരം ചേർന്ന് അനവധി അഗതി അനാഥ മക്കളുടെ ഫാത്തിഹകൾ ദിവസവും ഏറ്റുവാങ്ങി 10,000-കണക്കിനായ സംഘടനാ പ്രവർത്തകരുടെ ഫാത്തിഹകൾ ഏറ്റുവാങ്ങി ഇന്നും അങ്ങനെ കിടന്നുറങ്ങുന്നു മർഹൂം KT മാനം മുസ്ലിയാർ. ജീവിതവും മരണവുമെല്ലാം മറ്റുള്ളവർക്കൊരു പാഠമായി, പഠിക്കേണ്ട അധ്യാപനങ്ങളായി അങ്ങനെ കിടന്നുറങ്ങുന്നു. അതെ, സഫർ 5 KT മാനം ഉസ്താദിന്റെ ആണ്ട് ദിവസമാണ്. സാധ്യമാകുന്നവരൊക്കെ പങ്കെടുത്ത് അല്ലാത്തവരുടെ ഫാത്തിഹെങ്കിലും ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഓതി ഉസ്താദ് കാണിച്ച വഴിയിലൂടെ പാറ പോലെ ഉറച്ച് അണുമണിത്തൂക്കം പോലും പതറാതെ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.